ഓക്കെ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അശ്വഗന്ധ എന്ന വിഷയത്തിൽ. അപ്പൊ അശ്വഗന്ധയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, എലവേറ്റ് യുവർ വെൽബീങ് അല്ലെ. അശ്വഗന്ധ എന്ന് പറയുന്നത് നമുക്കറിയാം ആയുർവേദ അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന പുരാതന ചികിത്സാ മുറകളിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലവത്തായ ഒരു സസ്യമാണ് അശ്വഗന്ധ. അശ്വഗന്ധയെ കുറിച്ച് പറയുമ്പോൾ എലവേറ്റ് യുവർ വെൽബീങ്, നമ്മുടെ നല്ല നടത്തിപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന, എലവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, സസ്യമാണ് നമ്മുടെ അശ്വഗന്ധ. അതുപോലെ സപ്പോർട്ട് യുവർ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ പിന്നെ അശ്വഗന്ധ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അശ്വഗന്ധയുടെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ അശ്വഗന്ധയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. അശ്വഗന്ധ, അമുക്കുരം പോലുള്ള, വിജിഗന്ധി, അസഗന്ധി, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നാമങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു സസ്യമാണ് അശ്വഗന്ധ. അപ്പൊ ഈ അശ്വഗന്ധയുടെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ അശ്വഗന്ധ ഏകദേശം 3000-ലധികം വർഷങ്ങളായിട്ട് ഭൂമി ലോകത്ത് പിന്നെ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകളിലൊക്കെ മനുഷ്യൻ അല്ലെ പിന്നെ ഈ ആധുനിക ചികിത്സാ മുറകൾ വരുന്നതിനൊക്കെ മുമ്പ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അശ്വഗന്ധ അല്ലെങ്കിൽ ആയുർവേദം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനുഷ്യ കുലം ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ് അശ്വഗന്ധ. അശ്വഗന്ധയ്ക്ക് ഇന്ത്യൻ ജിൻസൺ എന്ന് പേരിട്ട്, നമുക്കറിയാം പാനക്സ് ജിൻസൺ കൊറിയൻ ജിൻസൺ ആണ്. പാനക്സ് ജിൻസണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് കിടപ്പുണ്ട്. നമ്മുടെ DX അന്തർദേശീയ സ്റ്റോക്കിസ്റ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ നമ്മുടെ പാനക്സ് ജിൻസൺ അഥവാ കൊറിയൻ ജിൻസങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ അത് പഠിച്ചതാണ്. അപ്പോ അശ്വഗന്ധയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ജിൻസൺ എന്നാണ്. ആയുർവേദത്തിൽ അശ്വഗന്ധ ഇന്ത്യൻ ജിൻസൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യാൻ, പിന്നെ വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സസ്യമാണ്. ഡീറ്റെയിലൊക്കെ നമുക്ക് പിറകെ പഠിക്കാം. അതുപോലെ ആയുർവേദിക് വിശദമായിട്ട് ഇതിനെ ആയുർവേദിക് വിസ്ഡം എന്ന ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റീജുവനേറ്റ് ചെയ്യണം, നമ്മുടെ ശരീരത്തിന്റെ റീജുവനേഷൻ എന്ന ആ ഒരു ഭാഗമുണ്ട് അല്ലെ, ഒരു പ്രവർത്തനമുണ്ട് നമ്മുടെ ശരീരത്തിലെ. നമുക്ക് ഗാനോഡർമ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ റീജുവനേഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കും. അത്തരത്തിൽ റീജുവനേറ്റിംഗ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ആയുർവേദിക് വിസ്ഡമാണ് നമ്മുടെ പിന്നെ അശ്വഗന്ധ എന്ന് പറയുന്നത്. അതുപോലെ ഇത് പിന്നെ നമ്മുടെ സെല്ലുകളുടെ അല്ലെങ്കിൽ പിന്നെ മോശം, നമ്മുടെ ശരീരത്തിന് നാശം നൽകുന്ന, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന നാശകാരികളായിട്ടുള്ള കോശങ്ങളുടെ വളർച്ചയെ, ആധിക്യത്തെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ അതിനെ റിഡ്യൂസ് ചെയ്യാൻ, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സസ്യം കൂടിയാണ് നമ്മുടെ അശ്വഗന്ധ എന്ന് പറയുന്നത്. അപ്പൊ അശ്വഗന്ധ, വാട്ട്സ് ഇൻസൈഡ് അശ്വഗന്ധ? അശ്വഗന്ധയ്ക്ക് ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? കണ്ടെയ്ൻസ് വേരിയസ് ആൽക്കലോയിഡുകൾ. വിവിധ തരം ആൽക്കലോയിഡുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് അശ്വഗന്ധ. ഇതിൽ 4 തരം ആൽക്കലോയിഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് പഠിച്ചപ്പോൾ, നമ്മുടെ മാതള നാരങ്ങയുടെ വേരിന്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു ആൽക്കലോയിഡാണ് ഇസോപെലേറ്റിറൈൻ എന്ന് പറയുന്ന, പിന്നെ ഐസോപെലേറ്റിറൈൻ അല്ലെങ്കിൽ ഇസോപെലേറ്റിറൈൻ എന്നൊക്കെ പറയുന്ന ആൽക്കലോയിഡ്. അത്തരത്തിൽ വിവിധ തരം ആൽക്കലോയിഡുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ അശ്വഗന്ധ എന്ന ഈ ഒരു സസ്യം. ന്യൂട്രിയന്റ് റിച്ച് ആണ്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ ഒരു കലവറയാണ് പിന്നെ അശ്വഗന്ധ എന്ന് പറയുന്നത്. റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഏത് അശ്വഗന്ധ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ആന്റി ഓക്സിഡന്റുകളെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമാകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു നിൽക്കാം. അപ്പൊ ഈ ആൽക്കലോയിഡുകളുടെ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചു, വിവിധ തരം ആൽക്കലോയിഡുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ അശ്വഗന്ധ. അതിലെ ആൽക്കലോയിഡുകളുടെ പ്രവർത്തനം എന്താ? ഉപാപചയ പ്രവർത്തനങ്ങളുടെ സംരക്ഷിത ഏജന്റുകൾക്കെതിരെ ആൽക്കലോയിഡുകൾ ഏറ്റവും ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളെ കൃത്യമായ രീതിയിൽ പിന്നെ പ്രവർത്തിക്കാൻ, പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്ന
ഏജന്റുകളുണ്ട്. അതിനെ ഫലപ്രദമായി നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ ആൽക്കലോയിഡുകൾ. അതുപോലെ കൂടാതെ പലപ്പോഴും ന്യൂറോ ട്രാൻസ്മിറ്ററുകളായും സിഗ്നലിംഗ് സിസ്റ്റങ്ങളായും പ്രവർത്തിക്കുന്നു. നമുക്ക് നമ്മുടെ ന്യൂറോ അല്ലെ, നമ്മുടെ നാഡീഞരമ്പുകളുടെ ട്രാൻസ്മിറ്ററുകളായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിഗ്നലുകൾ, നമ്മുടെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടാവുന്ന സിഗ്നലുകളുണ്ട് അല്ലെ. നമ്മളിപ്പം വിരലിൽ ഒരാൾ തൊടുമ്പോൾ നമുക്ക് ആ സ്പർശന പിന്നെ സ്പർശിക്കുന്ന ആ ഒരു സിഗ്നൽ അത് നമ്മുടെ തലച്ചോറിലേക്ക് കിട്ടണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾ നമ്മളെ തൊട്ടു എന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചതവോ അല്ലെങ്കിൽ നീരോ എന്തെങ്കിലും ഒരു മരവിപ്പോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ തൊടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം എന്താ, ആ ഭാഗത്തുള്ള സെല്ലുകൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ വിറങ്ങലിച്ച് നിൽപ്പുണ്ടാവും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഡെഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഭാഗത്ത്, ഈ നശിച്ച കോശങ്ങളുള്ള ഭാഗത്ത് നമ്മൾ തൊടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും തൊടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് കിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായും സിഗ്നലിംഗ് സിസ്റ്റങ്ങളായും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൽക്കലോയിഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആൽക്കലോയിഡുകൾ നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ ആയിട്ടുള്ള ആൽക്കലോയിഡുകൾ ധാരാളം ആവശ്യമാണ്. അത്തരത്തിൽ വിവിധ തരം ആൽക്കലോയിഡുകൾ കൊണ്ട് പിന്നെ സമ്പുഷ്ടമാണ് നമ്മുടെ പിന്നെ അശ്വഗന്ധ. പിന്നെയോ വീക്കം അല്ലെ, അലർജി, ക്യാൻസർ, പ്രമേഹം തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ചികിത്സിക്കാനും സഹായിക്കുന്നു. ഈ ആൽക്കലോയിഡുകളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തില് ഒരുപാട് പിന്നെ ഗുണഗണങ്ങളുള്ള ഒരു അത്ഭുത സസ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ അശ്വഗന്ധയെ വിശേഷിപ്പിക്കാന്നുള്ളതാണ്. ഈ അശ്വഗന്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ഒന്ന്, അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസ് ആണ്. നമുക്കറിയാം ഗൈനോഡെർമയെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അഡാപ്റ്റോജനിക് വിഭാഗത്തിൽ പെടുന്ന പിന്നെ കിങ് ആണ് നമ്മുടെ ഗൈനോഡെർമ. അപ്പൊ അത്തരത്തിൽ അഡാപ്റ്റോജനിക് വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യമാണ് നമ്മുടെ പിന്നെ അശ്വഗന്ധ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, നമ്മുടെ ബോഡിയെ ഏത് വേരിയസ് ഫോമിലും അല്ലെങ്കിൽ ഏത് പിന്നെ വ്യത്യസ്തമായ ഒരു വേരിയേഷൻ വരുമ്പോൾ ആ വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ, ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ബോഡിയെ അഡാപ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരം പെട്ടെന്ന് ചില ആളുകൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ചൂടുള്ള തണുപ്പുള്ള പ്രദേശത്തേക്ക് പോകുമ്പോൾ ആ പ്രദേശവുമായിട്ട് ഒന്ന് മിങ്കിളായി വരാൻ അല്ലെങ്കിൽ അവിടെ അഡാപ്റ്റ് ആയിട്ട് അല്ലെ, നമുക്ക് അവിടെ അതുമായിട്ടൊന്ന് യോജിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന് പെട്ടെന്ന് ക്രമീകരിക്കുക അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലവുമായിട്ട് നമുക്ക് ഒന്ന് മിങ്കിളാകാൻ, കൂടിച്ചേരാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഏതിനുണ്ട്, ഈ അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസിനുണ്ട്. ഈ അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് നമ്മുടെ അശ്വഗന്ധയിലുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യും, ഏത് പിന്നെ വേരിയേഷൻ ഫോമിനെയും എന്ത് ചെയ്യാൻ, ഇത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഫോംസ് ഓഫ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പലതരം മാനസിക വിഭ്രാന്തികൾ അല്ലെങ്കിൽ മാനസികമായിട്ട് പെട്ടെന്ന് നമ്മൾ ഡിപ്രസ്ഡ് ആവുക അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ സഹായിക്കുന്നു ഈ അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയോ ബെറ്റർ സ്ലീപ്പ് അല്ലെ, ഒരു മനുഷ്യന് ഇന്നത്തെ അല്ലെ, ഒരു പണമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പിന്നെ വാഹനങ്ങളുണ്ട്, നല്ല വീടുകളുണ്ട്, എല്ലാ AC ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ ഒരു ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന മനുഷ്യനാണ് ഇന്ന് നിലവിൽ നമ്മുടെ ഭൂമി ലോകത്ത് വസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഒരു പരിധിവരെയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ സ്ലീപ്പ് പ്രദാനം ചെയ്യാൻ, ഈ ഒരു ക്വാളിറ്റി സ്ലീപ്പ്, ഓവറോൾ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് പ്രദാനം ചെയ്യാൻ, നമ്മുടെ ബോഡി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന പാറ്റേണുകൾ ഏതിലുണ്ട്, നമ്മുടെ അശ്വഗന്ധയിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെയോ ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട്, നമ്മുടെ ബോഡിയുടെ പ്രതിരോധ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, നമ്മുടെ പിന്നെ അശ്വഗന്ധയിലുള്ള ഈ ഘടകങ്ങൾ സഹായിക്കുന്നു. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് ഡിഫെൻസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പ്രതിരോധ ശക്തി കൂടാൻ വാക്സിൻ എടുക്കും അല്ലെ. നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ വാക്സിൻ എടുത്തു. എന്തിനാ വാക്സിൻ എടുത്തത്? നമ്മുടെ ബോഡിക്ക് പ്രതിരോധ ശേഷി കൂട്ടാനാണ്. പക്ഷേ ഈ അശ്വഗന്ധ പോലുള്ള അല്ലെങ്കിൽ സ്പൈറലിനെ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകൾ, ഫുഡുകൾ, നമ്മുടെ നാച്ചുറൽ ഫുഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാ, നാച്ചുറലി നമ്മുടെ ശരീരത്തിനെ ഡിഫെൻസ് ചെയ്യാൻ, ഒരു ഷീൽഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഇൻക്രീസ് ചെയ്യാൻ
സഹായിക്കുന്ന, ട്രഡീഷണലി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ അശ്വഗന്ധ എന്ന് പറയുന്നത്. പിന്നെയോ നാച്ചുറൽ എനർജി സപ്പോർട്ട്, നാച്ചുറലി പ്രകൃതിയാ നമുക്ക് ഇത് തരുന്നു. പിന്നെ എനർജി എന്ത് ചെയ്യുന്നു, എനർജി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ പിന്നെ അശ്വഗന്ധ ഉപയോഗിക്കാൻ സാധിക്കുന്നു. പിന്നെയോ കോഗ്നിറ്റീവ് ഫങ്ഷൻ അല്ലെ, ട്രഡീഷണലി തോട്ട് ടു സപ്പോർട്ട് ഫോക്കസ് ആൻഡ് മെമ്മറി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ ജിൻസങ്ങിനെ കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞു, കോഗ്നിറ്റീവ് ഫങ്ഷൻ ധാരാളമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ അശ്വഗന്ധയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ്, നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവാനും നമ്മുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് നാച്ചുറലി സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന് എതിരായിട്ട് പ്രവർത്തിക്കാൻ നാച്ചുറലി ഇത് പ്രവർത്തിക്കുന്നു. അതിനുള്ള പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. അതുപോലെ സപ്പോർട്ട് മസിൽസ് റിക്കവറി, നമ്മുടെ മസിൽ ഉണ്ടാവുന്ന ക്ഷതങ്ങൾ അല്ലെ, പിന്നെ അതൊക്കെ പെട്ടെന്ന് റിക്കവറി ആകാൻ, പെട്ടെന്ന് നമ്മൾ മസിൽ കയറി അല്ലെ, പിന്നെ ഈ ക്രാമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് മസിൽ കയറും പെട്ടെന്ന്. ഇപ്പൊ എനിക്ക് ഉണ്ടാകലുണ്ട് പലപ്പോഴും. ഞാൻ നീന്തുന്ന സമയത്ത്, സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പിന്നെ മസിൽ പിടിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മസിൽ കയറുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ക്രാമ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ക്രാമ്പിനെ, മസിൽ ക്രാമ്പുകളെ എന്ത് ചെയ്യാൻ, പിന്നെ റിക്കവറി ആകാൻ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട്. പിന്നെയോ ഷുഗർ ബാലൻസ്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവലിനെ ബാലൻസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഘടകങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. പിന്നെ ആന്റി ഓക്സിഡന്റ് ഷീൽഡ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കവചം. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ എന്ത് ചെയ്യാൻ, ഒരു ഷീൽഡ് പോലെ കവർ ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ മൂഡ് ലിഫ്റ്റ്, നമ്മുടെ മൂഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, പെട്ടെന്ന് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കമിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മൂഡിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ മൂഡിനെ ശരിയായ രീതിയിൽ ലിഫ്റ്റ് ചെയ്യാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, കുറെ കൂടി ഒന്ന് അതിലേക്ക് ഇൻവോൾവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂഡ് ലിഫ്റ്റ് പ്രോപ്പർട്ടീസ് ഇത് ധാരാളമുണ്ട്. അതുകൊണ്ടാണ് അശ്വഗന്ധ എന്ന് പറയുന്ന അല്ലെ, അശ്വഗന്ധ എന്ന് പറയുന്ന അശ്വം എന്ന് പറയുന്ന കുതിര എന്നാണ്. ഇപ്പൊ കുതിരയെ പോലെ പ്രവർത്തിക്കാൻ ആർക്ക് സഹായിക്കുന്നു, ഈ അശ്വഗന്ധ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു മൂഡ് ലിഫ്റ്റർ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ തൈറോയിഡ് ഹെൽത്ത്, നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥികളുടെ ആധിക്യത്തെ തടയാനും ഒപ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാനും, അതിന്റെ ഹോർമോൺ ഇൻബാലൻസിനെ തടഞ്ഞുകൊണ്ട് തൈറോയിഡ് അധികം ആകാതെ തൈറോയിഡ് ഗ്രന്ഥികളുടെ വളർച്ചയെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം പ്രോപ്പർട്ടീസ് ഇതിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഒരു മനുഷ്യന്റെ എല്ലാ മേഖലയും പെട്ടു എന്നുള്ളതാണ് അല്ലെ. അവന്റെ ഓർമ്മശക്തി, അവന്റെ പ്രതിരോധ സംവിധാനം, അവന്റെ ഉറക്കം അല്ലെ, അവന്റെ ദാമ്പത്തിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം, അതിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ ശരിയാക്കുന്നു. അവന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ, തൈറോയിഡ് അതുപോലെ ഒരു പ്രൊട്ടക്ടറായിട്ട്, ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നു, ഷുഗർ ബാലൻസ് ചെയ്യുന്നു, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നു, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അവന്റെ മൈൻഡ് ഫോക്കസ്ഡ് ആവാൻ സഹായിക്കുന്നു. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഒരു മനുഷ്യൻ നേരിടുന്ന സർവ്വ പ്രശ്നങ്ങളും, സർവ്വ മേഖലയെയും ടച്ച് ചെയ്തു എന്ത് ചെയ്തു ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അശ്വഗന്ധയെ കണ്ണടച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു സസ്യമാണ് അശ്വഗന്ധ. ഇത് മരുന്നല്ല, ഇത് ആയുർവേദിക് പിന്നെ എന്താ പറയാ, ആയുർവേദ ചികിത്സാ മുറയിൽ ഇത് പറയുന്നുണ്ടെങ്കിലും ഇത് പ്രകൃതിയിൽ ഉള്ള ഒരു സസ്യം ആണ്. അപ്പൊ പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുക എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഡിഎക്സൻ അശ്വഗന്ധയെ കുറിച്ച് പറയുമ്പോൾ ഡിഎക്സൻ അശ്വഗന്ധയുടെ പ്രത്യേകത എന്താ അല്ലെ, ഇത് പിന്നെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന പിന്നെ ഇന്ത്യയിലെ പരമ്പരാഗത ഡിഎക്സൻ പറയുന്നത് 2000 വർഷത്തിലധികമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. ഇത് നമ്മുടെ ഡിഎക്സൻ എന്ത് ചെയ്യുന്നുണ്ട്, ശരിയായ രീതിയിൽ അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് അതിന് എടുക്കുന്ന പിന്നെ പൊടികൾ, അതിന്റെ റൂട്ട് പോർഷൻ പൊടിച്ച് അതിനെ ടാബ്ലറ്റ് രൂപത്തിലാക്കി നമുക്ക് തരുന്നതാണ്. ഇത് നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും അതുപോലെ നമ്മുടെ നല്ല ഉറക്കത്തിനും ബെറ്റർ സ്ലീപ്പിനും അതുപോലെ നമ്മുടെ ബോഡിയെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ധാരാളം പിന്നെ ഹെൽത്ത് സപ്പോർട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഹെൽപ്സ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ബോഡിക്ക് അല്ലെ. ഇപ്പൊ നമ്മൾ നഖം നമ്മൾ മുറിച്ചു കളഞ്ഞു, വീണ്ടും നഖം എന്ത് ചെയ്തു, മുളച്ചു വരണം, അത് റീപ്രൊഡക്ഷൻ ആണ്. മുടി
നമ്മൾ വെട്ടിക്കളഞ്ഞാൽ വീണ്ടും മുടി കിളിർത്ത് വരണം. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ സംവിധാനത്തെ ഹെൽപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സംവിധാനത്തെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അശ്വഗന്ധയുടെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ അശ്വഗന്ധ. പിന്നെയോ അശ്വഗന്ധയുടെ മറ്റ് പിന്നെ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ദീർഘായുസ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതായത് രോഗങ്ങൾ വരാതെ ഉള്ള രോഗങ്ങളെ കുറേശ്ശെ ക്രമേണ ഇത് ഉപയോഗിക്കുന്നതിലൂടെ കുറയ്ക്കാൻ സഹായിക്കും. രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വൈറ്റലിറ്റി എന്ന് പറയും, നമ്മുടെ ഈ ദേഹമൊക്കെ ചുറ്റിച്ചുളിഞ്ഞു പോകാതെ ഒരു വാർദ്ധക്യ അവസ്ഥയിലേക്ക് പോകാതെ ഈ കൊളാജന്റെയും പ്രവർത്തനം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പവർ ഹൗസ് എവിടെയുണ്ട്? നമ്മുടെ അശ്വഗന്ധയിലുണ്ട്. പിന്നെ സമ്മർദ്ദം കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം പോലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ടും നമ്മുടെ അശ്വഗന്ധ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെ? വീക്കം, ഇൻഫ്ലമേഷൻ, അതുപോലെ കാലക്രമേണ വിട്ടുമാറാത്ത വീക്കം, അതുപോലെ ഹൃദ്രോഗം, അല്ലെ, പിന്നെ അതുപോലെ പ്രമേഹം, ഷുഗർ എന്ന് പറയുന്ന ഡയബറ്റീസ്, അതുപോലെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ, സന്ധിവാതം, കുടൽ രോഗങ്ങൾ, ഇതെല്ലാം വിട്ടുമാറാത്ത ഇതൊക്കെ നമ്മുടെ ഈ രോഗങ്ങളുടെ പ്രത്യേകത ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ പോകില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലെ രോഗകാരണങ്ങളെ ഇല്ലാതാക്കാനും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ അശ്വഗന്ധ ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ മസ്തിഷ്കത്തിന്റെയും നാഡീവ്യവസ്ഥകളുടെയും പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് ഇതിൽ ഉള്ളത്, അല്ലെ. അതായത് നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ തലച്ചോറിന്റെ അതുപോലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ ശരിയായ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രക്രിയ ഏതിനുണ്ട്? നമ്മുടെ ഈ അശ്വഗന്ധയിലുള്ള ആന്റി ഓക്സിഡന്റുകൾക്ക് കഴിവുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് അശ്വഗന്ധ. പിന്നെയോ അശ്വഗന്ധ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ. അപ്പൊ ഓർമ്മശക്തിയും അതുപോലെ ഫോക്കസ്, നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവാനും സഹായിക്കുന്ന കോഗ്നിറ്റീവ് പ്രോപ്പർട്ടീസ് ഏതുണ്ട്? നമ്മുടെ അശ്വഗന്ധയിൽ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ആദ്യകാല പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ വൈജ്ഞാനിക പ്രകടനം മെച്ചപ്പെടുത്താനും പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തകർച്ചയുടെ രോഗത്തിന്റെയും സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ഒന്ന്, വൈജ്ഞാനിക പ്രകടനം മെച്ചപ്പെടുത്തും. ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ അശ്വഗന്ധ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൽ, അല്ലെ, പഠന മികവിന് സഹായിക്കുന്നു. ഒപ്പം പ്രായം കൂടുന്തോറും നമ്മുടെ ഓർമ്മശക്തി കുറയും, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ശേഷി കുറഞ്ഞു വരുന്നവർ. അപ്പൊ അത്തരത്തിൽ പ്രായാധിക്യം കൊണ്ടുണ്ടാകാവുന്ന ഇത്തരം തകർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ, ഇത്തരം പ്രശ്നങ്ങളുടെ തകർച്ചയുടെ സാധ്യത പോലും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അശ്വഗന്ധ സഹായിക്കുന്നതാണ്. പിന്നെയോ നേരത്തെ സൂചിപ്പിച്ച വിട്ടുമാറാത്ത പല രോഗങ്ങളുണ്ട്, അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരിക്കൽ കൂടിയാൽ പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. അപ്പൊ അത്തരത്തിൽ ക്യാൻസർ പോലുള്ള ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിട്ടുമാറാത്ത രോഗങ്ങളുടെയും അപകട സാധ്യത ഘടകങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം അശ്വഗന്ധ നമ്മുടെ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും ട്യൂമർ വളർച്ചയെ തടയാനും കഴിയുന്ന വിത്തഫെറിൻ എന്ന പ്രത്യേക ആന്റി ഓക്സിഡന്റുകളിലാണ് പഠനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ ഗവേഷണം ആവശ്യമാണെങ്കിലും ശ്വാസകോശം, സെർവിക്കൽ, അതുപോലെ പ്രോസ്റ്റേറ്റ്, തൈറോയിഡ്, സ്തനാർബുദം, വൻകുടൽ അർബുദം എന്നിവ ഉൾപ്പെടെ പലതരത്തിലുള്ള ക്യാൻസറുകൾക്കെതിരെ ചികിത്സിക്കാൻ പോരാടാൻ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ, ആന്റി ഓക്സിഡന്റുകൾ ഏതിലുണ്ട്? നമ്മുടെ അശ്വഗന്ധയിലുണ്ടെന്നാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഇപ്പൊ സ്തനാർബുദം, അല്ലെങ്കിൽ വൻകുടൽ ഉണ്ടാകുന്ന അർബുദങ്ങള്, ഈ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങള്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അർബുദം അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള പ്രശ്നം, അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതൊന്ന് വിട്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് അശ്വഗന്ധ ശരിയായ രീതിയിൽ കഴിക്കാൻ സാധിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്.
പിന്നെയോ ഇത് അശ്വഗന്ധ കൃത്യമായിട്ട് കഴിക്കുന്ന വ്യക്തികളിൽ പ്രമേഹത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹവും മറ്റ് പിന്നെ രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തികൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അശ്വഗന്ധ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. മാത്രമല്ല നമ്മുടെ പിന്നെ ആ രോഗത്തിന്റെ വ്യത്യാസങ്ങൾ കൂടുന്നോ കുറയുന്നോ ചെക്കപ്പുകൾ കൃത്യമായിട്ട് നടത്തുക പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒപ്പം ഏതെങ്കിലും ഡോക്ടറുടെ സഹായം, ഇപ്പൊ വൈദ്യനോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷനോ പോലുള്ള ആളുകളെ സമീപിച്ച് നമ്മുടെ പിന്നെ ഈ അശ്വഗന്ധയെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് എങ്ങനെ ഉപയോഗിക്കാം, എത്ര എണ്ണം ഉപയോഗിക്കാം എന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഫുഡ് ന്യൂട്രീഷൻ കോഴ്സൊക്കെ പാസ്സായ ഡിപ്ലോമയൊക്കെ എടുത്ത ആളുകളെ സമീപിക്കുന്നതായിരിക്കും കുറെ കൂടി ഉചിതം. കാരണം അവർക്ക് കുറെ കൂടി ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് ഇപ്പൊ വൈദ്യന്മാർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു നോളജ് തരാൻ കഴിയും. അപ്പൊ അത്തരത്തില് നമ്മുടെ പിന്നെ അശ്വഗന്ധ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ അശ്വഗന്ധ ഉപയോഗിക്കുമ്പോൾ പിന്നെ ധാരാളമായിട്ട് അല്ലെങ്കിൽ അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ നമ്മളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് നിർത്താം. അപ്പൊ അശ്വഗന്ധ കഴിക്കുമ്പോൾ ഒന്ന് വിശപ്പ് ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നും. അതുപോലെ ചർമ്മത്തിൽ ചുണങ്ങുകൾ, തേമല് ചുണങ്ങ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് ക്രമരഹിതമാവുക, അല്ലെങ്കിൽ അതായത് കൃത്യമായ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത പിന്നെ ഒരു അവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കൂടുതൽ ഹൃദയമിടിപ്പ് ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു സ്പീഡ് കൂടുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ അശ്വഗന്ധ കഴിക്കുന്നത് നിർത്തിയിട്ട് ഒരു ഡോക്ടറിനെയോ ഫുഡ് ന്യൂട്രീഷനെയോ ഒക്കെ അതിന്റെ ഒരു പിന്നെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ആളുകൾ കണ്ട് അവരുടെ ഉപദേശം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കഴിക്കുമ്പോൾ കൃത്യമായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അല്ലെ, അതുപോലെ യുവാക്കൾക്ക്, പിന്നെ അതുപോലെ പ്രായമായ ആളുകൾക്ക്. ഇപ്പോൾ സ്റ്റാമിന കൂട്ടാൻ അത്ലറ്റുകളായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പിന്നെ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, അതുപോലെ ജിമ്മിലൊക്കെ പോകുന്ന യുവാക്കൾ, ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്ട്രെങ്ത് കൂട്ടാനും അവരുടെ സ്റ്റാമിന കൂട്ടാനും ഒക്കെ നമ്മുടെ അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നമുക്ക് സ്പൈറലിനെയൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. പിന്നെയോ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ, അവരുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കാനും അവരുടെ ഗ്രാഹ്യശേഷി വർദ്ധിപ്പിക്കാനും മൈൻഡ് ഫോക്കസ്ഡ് ആവാനും ഒക്കെ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. പിന്നെയോ ജനറൽ വെൽബീയിങ്, നമ്മൾ പ്രായമുള്ള ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ജനറൽ ആയിട്ട് അവർക്ക് വെൽബീയിങ്, നല്ലൊരു ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഏത് സഹായിക്കും, പ്രായമായവരെയും സഹായിക്കും, മധ്യവയസ്കരെയും സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏത് പ്രായക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തീരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഒരു 5ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ അശ്വഗന്ധ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നമ്മൾ ഉപയോഗിക്കുക, മറ്റൊന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, പ്രായമുള്ളവർ, രോഗികളും അല്ലാത്തവർക്കൊക്കെ നമുക്ക് അശ്വഗന്ധ കൊടുക്കാവുന്നതാണ്. പിന്നെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തെങ്കിലും വേരിയേഷൻ ഇതിനകത്ത് സൂചിപ്പിച്ച എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ അത് കൃത്യമായൊരു ഡോക്ടറിനെ കാണിച്ച് അതിന് അവരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അശ്വഗന്ധ നമുക്ക് 2 രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അശ്വഗന്ധ പൗഡർ 50 ഗ്രാം ആയിട്ട് നമുക്ക് കിട്ടുന്നു. അതിന്റെ വില എന്ന് പറയുന്നത് MRP 445 രൂപയാണ്. ഇനി അശ്വഗന്ധ ടാബ്ലറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, 60 ടാബ്ലറ്റ് ആണ്. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് 300 മില്ലിഗ്രാം ആണ്. അപ്പൊ അങ്ങനെ 60 ടാബ്ലറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 50 ഗ്രാം പൗഡർ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പിന്നെ 1 സ്പൂൺ 2 സ്പൂൺ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഒരു 600 മില്ലിഗ്രാം വരെ ആവുന്ന ഒരു അളവിലാണ് ഇത് കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പൗഡർ ഉപയോഗിക്കാം. ടാബ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ മെച്ചുവർ ആയിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് 2 ടാബ്ലറ്റ് വരെ കഴിക്കാം. ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഉചിതം. അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് അശ്വഗന്ധയെ കുറിച്ച് പറയാനുള്ളത്. അശ്വഗന്ധ വളരെ വിശാലമായ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഇത്തരം ഒരു ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ലൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക,
എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണലി അറിയിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, എന്നോട് പറയാവുന്നതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പിന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ പിന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ DX അതർവൈസ് സ്റ്റോക്സ് എന്നുള്ള ആ ഒരു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കേൾക്കാം. നന്നായിട്ട് അത് കേട്ട് പഠിക്കുക, വെറുതെ ഓടിച്ചു പോകാതെ കൃത്യമായിട്ട് ഓരോ പ്രൊഡക്റ്റും രാമേന്ദ്ര സാർ ഉൾപ്പെടെ എടുക്കുന്ന ക്ലാസ്സുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്പൈറലിനെ കുറിച്ചും ജിൻസറിനെ കുറിച്ചും ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ അത്യാവശ്യം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയുർവേദ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അശ്വഗന്ധ പോലുള്ള ബ്രഹ്മി, ത്രിഫല ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ, ഇവൻ അശ്വഗന്ധ, നമ്മളിപ്പോ അശ്വഗന്ധത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ അശ്വഗന്ധ RGGL കഴിക്കുന്ന വ്യക്തികൾ അശ്വഗന്ധയും കൂടെ ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ RGGL അല്ലെങ്കിൽ നമ്മുടെ ഗാനോഡർമയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഗാനോഡർമയുടെ ആ ഒരു പ്രവർത്തനത്തെ കുറെ കൂടി പരിപോഷിപ്പിക്കാൻ, കുറെ കൂടി അതിന്റെ ഒരു പ്രവർത്തനത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ആയുർവേദ സീരീസ്. അപ്പോൾ RGGL ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്തും ഉപയോഗിക്കാം. അതിനോടൊപ്പം ഈ അശ്വഗന്ധയും കൂടെ ഉപയോഗിക്കുമ്പോൾ RGGL പ്രവർത്തനം കുറെ കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കും, അശ്വഗന്ധ സഹായിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, RGGL ഒരു സപ്പോർട്ട് ആയിട്ടും ഈ ഒരു പ്രോഡക്റ്റിന് വിലയും കുറവാണ് അല്ലെ, വളരെ വില കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത പ്രോഗ്രാമായിട്ട് ഒത്തുകൂടുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.